ക്ലാസ്സിലെ സ്വാഗതം. ഇന്ന് നമ്മളോട് ഇന്ററാക്ട് ചെയ്യാനുള്ളത് മനോജ് സാറാണ്. സാറിനോട് ചോദിക്കാം. നമസ്കാരം സാർ. നമസ്കാരം സാറിന്റെ എത്രാമത്തെ വയസ്സിലാണ് ആർമി ജോയിൻ ചെയ്തത്? ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ആർമിയിൽ പോയത്. സാർ എത്ര വർഷം സർവീസ് ചെയ്തു? ഞാൻ 20 വർഷം സർവീസ് ചെയ്തു. സാറിന് ആർമിയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രയത്നം എന്തായിരുന്നു? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു വളർന്നിരുന്നത് നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞാൽ സൈനികരെ അതിൽ നിന്ന് പ്രചോദനം കൊണ്ടിട്ടാണ് എനിക്കും ഒരു സൈനികനാണെന്നുള്ളൊരു താല്പര്യമുണ്ടായി. സാറിന്റെ ഈ വർഷം സർവീസ് 20 years സർവീസിൽ സാറിന് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ ഏതൊരു അനുഭവമാണ്? എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 2ാമത്തെ യൂണിറ്റായ ട്രഷറിയിൽ രാഷ്ട്രീയ റൈഫിൾസിൽ ജോലി ചെയ്യുമ്പോൾ ഭീകരവാദികൾ ഒരു കുടുംബത്തെ 6 പേര് പിടിച്ചു കൊള്ളുകയും അവിടെ ചെന്ന് ആ ബോഡിയെ എടുത്ത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ പേര് വീണ്ടും കല്ലേറുണ്ടാവുകയും ചെയ്തു. ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ ഇന്നും മനസ്സിൽ വന്നത്. കാരണം അപ്പോ ഈ ഇപ്പോഴത്തെ ആർമി ലൈഫിനെ പറ്റി എന്താ പറയാൻ? അതായത് ഇപ്പൊ ഈ പുതുതായിട്ട് ചെയ്യുന്ന അതിന്റെ ആൾക്കാരുടെ ഒരു ആർമിയിലായിരിക്കും, അതേപോലെ തന്നെ സാറ് ജീവിച്ചിരുന്ന ആ ഒരു ആർമി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും. പണ്ടത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും തമ്മിൽ കുറേയേറെ വ്യത്യാസമുണ്ട്. പണ്ട് നമ്മൾ ലീവ് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരെ നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ലീവിന് നമുക്ക് അവരുമായിട്ട് ആശയവിനിമയം നടത്തണമെങ്കിൽ കത്തിലൂടെയായിരുന്നു ആശയവിനിമയം നടത്തുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അതെല്ലാം മാറി. ഇപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നത് കഴിഞ്ഞാൽ തന്നെ വരാനും എല്ലാം കൊണ്ടും വളരെ സൗകര്യമാണ്. പിന്നെ ട്രെയിനിങ് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ പണ്ടത്തേക്കാൾ കുറച്ചും കൂടി എല്ലാം ആധുനിക പരിഗണിച്ചു. പണ്ടത്തെ സൈനികരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ സൈനികർക്ക് അതുപോലെ തന്നെ സാറ് എക്സ് സർവീസ്മാൻ എന്ന നിലയ്ക്ക് സാർ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു എക്സ് സർവീസ്മാൻ എന്ന നിലയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു എക്സ് സർവീസ്മാന് വില വളരെ കുറവാണ്. കാരണം എല്ലാവരും ഒരു സെക്യൂരിറ്റി ലാഭത്തോടെയാണ് നമ്മളെ കാണുന്നത്. എന്ത് ജോലി ഉണ്ടെങ്കിലും ആദ്യം അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അത്രയും തരം താഴ്ന്ന രീതിയിലാണ് കേരളത്തിൽ കാണുന്നത്. ഒട്ടേറെ നല്ല നല്ല എക്സ് സർവീസ്മാൻമാരും നല്ല ക്വാളിഫൈഡ് ആയവരെ യഥാർത്ഥത്തിൽ നല്ല ട്രെയിനിങ് ആയ ഈ ജവാന്മാരെ പല നല്ല സ്ഥലങ്ങളിലും നിയമിക്കാതെ അധികം ആൾക്കാരും ഈ സെക്യൂരിറ്റി ലെവലിൽ തരം താഴ്ത്തപ്പെടുകയാണ്. സാർ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി എന്താണ് നടപടിയാണ്? അതൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ തീരുമാനമുണ്ടാവും. അതുപോലെ ജില്ല കേന്ദ്രീകരിച്ച് എല്ലാ ജില്ലകളിലും സൈനിക ബോർഡുണ്ട്. സൈനിക ബോർഡ് എല്ലാ ഒഴിവുകളും അനുസരണം അത് ഉപയോഗിക്കുകയും വേണം. എന്നാൽ ഈ പെൻഷൻ തരുന്ന ആളുകൾക്ക് സമയത്ത് അവർക്ക് ഏത് ഒഴിവാണോ ജോലിയുള്ള കാര്യം പ്രവേശിക്കാൻ പറ്റും. അതേപോലെ സാർ ഇപ്പോ ആർമിയിൽ ജോലി ചെയ്തപ്പോൾ ആ ഒരു സമയമാണോ നല്ലത്, അല്ലെങ്കിൽ ആ ഒരു റിട്ടയർ ആയതിനു ശേഷമാണോ സാർ ഏതാണ് സാറിന് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? എന്റെ ആർമി ലൈഫ് എന്ന് പറഞ്ഞാൽ ആർമി ലൈഫിന്റെ ലൈഫ് ഒന്ന് വേറെ. അതിൽ നമ്മൾക്ക് ദിവസം രാത്രി ഇതൊന്നും എപ്പോ പോകുന്നു അറിയില്ല. നല്ല ഒരു ഒത്തൊരുമയോട് കൂടി രാജ്യസേവനവുമാണ്. രാജ്യസേവനത്തോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം. അത്രയും നല്ലൊരു സുഖമുള്ള ഒരു ജീവിതം തന്നെയാണ് ആർമി ലൈഫ്. ചിലവർ പറയും കഷ്ടപ്പാടാണ്, ഏത് ജോലിക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഈ ജോലിയിൽ കഷ്ടപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ഉണർവ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ പിന്നെ ആ കഷ്ടപ്പാടൊന്നും നമുക്കൊരു കഷ്ടപ്പാടായി സെലക്ഷൻ ആർമിയായ എയർഫോഴ്സാണ്, നേവിയാണ്, ഒരുപാട് ആ സമയത്തിനുള്ളിൽ എത്തുക എന്നാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിച്ചു. മെഡിക്കലെല്ലാം ഫസ്റ്റ് പിന്നെ അതുപോലെ തന്നെ സാർ ഒരു എക്സ് സർവീസ്മാൻ എന്ന നിലയ്ക്ക് സാർ സാറ്റിസ്ഫൈഡ് ആണോ? ഒരു എക്സ് സർവീസ്മാൻ എന്ന നിലയ്ക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു എക്സ് സർവീസ്മാന് വില വളരെ കുറവാണ്. കാരണം എല്ലാവരും ഒരു സെക്യൂരിറ്റി ലാഭത്തോടെയാണ് നമ്മളെ കാണുന്നത്. എന്ത് ജോലി ഉണ്ടെങ്കിലും ആദ്യം അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പം നമ്മൾ അത്രയും തരം താഴ്ന്ന രീതിയിലാണ് കേരളത്തിൽ കാണുന്നത്. ഒട്ടേറെ നല്ല നല്ല എക്സ് സർവീസ്മാൻമാരും നല്ല ക്വാളിഫൈഡ് ആയവരെ
യഥാർത്ഥത്തിൽ നല്ല ട്രെയിൻ ആയ ഈ ജവാന്മാരെ പല നല്ല സ്ഥലങ്ങളിലും നിയമിക്കാതെ അധികം ആൾക്കാരും ഈ സെക്യൂരിറ്റി ലെവലിൽ തരം താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. സാർ അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി എന്ത് നടപടിയാണ്? അതൊരു മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ തീരുമാനം ഉണ്ടാവണം. അതുപോലെ ജില്ല കേന്ദ്രീകരിച്ച എല്ലാ ജില്ലകളിലും സൈനിക ബോർഡുണ്ട്. സൈനിക ബോർഡ് എല്ലാ ഒഴിവുകളും അനുസരണം അത് ഉപയോഗിക്കുകയും വേണം. എന്നാൽ ഈ പെൻഷൻ വരുന്ന ആളുകൾക്ക് സമയത്ത് അവർക്ക് ഏത് ഒഴിവാണോ ജോലിയുള്ള അതിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അതേപോലെ സാർ ഇപ്പോ ആർമിയിൽ ജോലി ചെയ്തപ്പോൾ ആ ഒരു സമയമാണോ നല്ലത്, അല്ലെങ്കിൽ ആ ഒരു റിട്ടയർ ആയതിനു ശേഷമാണോ സാർ ഏതാണ് സാർ ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? എന്റെ ആർമി ലൈഫ് എന്ന് പറഞ്ഞാൽ ആർമി ലൈഫിന്റെ ലൈഫ് ഒന്ന് വേറെ തന്നെ. അതിൽ നമ്മൾക്ക് ദിവസം രാത്രി ഇതൊന്നും എപ്പോ പോകുന്നു അറിയില്ല. നല്ല ഒരു ഒത്തൊരുമയോട് കൂടി രാജ്യസേവനവുമാണ്. രാജ്യസേവനത്തോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തെയും നമുക്ക് ഡെവലപ്മെന്റ് ചെയ്യാം. അത്രയും നല്ലൊരു സുഖമുള്ള ഒരു ജീവിതം തന്നെയാണ് ആർമി ലൈഫ്. ചിലവർ പറയും കഷ്ടപ്പാടാണ്, ഏത് ജോലിക്കും കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഈ ജോലിയിൽ കഷ്ടപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ഉണർവ് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ പിന്നെ ആ കഷ്ടപ്പാടൊന്നും നമുക്കൊരു കഷ്ടപ്പാടായി. സാറിന് ഈ ഒരു ടീനേജ് നഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ട്? കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കോളേജ് പഠിക്കുന്ന ഒരു ടൈമാണ് ഈ 19 years എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 19-20 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കോളേജിലൊക്കെ നടത്തി എല്ലാവരും അടിച്ചു പൊളിക്കുന്ന ഈ ടൈമിൽ സാറിനെ അങ്ങയുടെ വരുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഞങ്ങൾ NCC ആർമി ബോയ്സ്